ഇന്നത്തെ ചർച്ചയിൽ എന്തായാലും CPM സഹയാത്രികൻ മതിയല്ലോ അല്ലേ? കാരണം സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നിലപാടിന് വ്യത്യസ്തമായി താങ്കളൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പറയാറില്ല താങ്കൾ സാധാരണയായി. അല്ല, നിശ്ചയമായും ഞാൻ 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 അത് ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞാനൊരു റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റ് ആണ്. സ്വാഭാവികമായി ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയരും എന്ന് പ്രതീക്ഷിച്ച് ഇപ്പോഴും കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതാണ് ആ ചർച്ചയിലും പറഞ്ഞത്. അത് തന്നെയാണ് എന്റെ ബോധ്യവും. ശരി, ഒരു കാര്യമൊന്ന് ചോദിച്ചോട്ടെ. താങ്കളുടേതായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കാണാൻ ഇടയായി. അതിലേക്കൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയും തിരിക്കുകയാണ്. രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ അതിനൊരു സെൻസ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ. ഇത് ആർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്? താങ്കൾ ആരോടാണ് താങ്കൾ ഇത് പറയുന്നത്? ഇതൊരു പരിഹാസമാണോ? എന്താണ് മനസ്സിലാവുന്നില്ല. അല്ല മഞ്ജുഷ്, അത് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരുന്ന ചില വിക്രിയകൾ കണ്ട് എനിക്ക് ഞാൻ സാധാരണഗതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ഇടപെടുന്ന ആളല്ല. അപ്പോ അത്തരത്തിലൊരു വിക്രിയകൾ കണ്ടപ്പോ തോന്നിയ തമാശയാണത്. കാരണം ഇടതു നിരീക്ഷകനെ ആരോ നൽകിയ ഔദ്യോഗിക പദവി എന്ന അർത്ഥത്തിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇടതു നിരീക്ഷകനെന്നോ CPM സഹയാത്രികനെന്നോ ഒക്കെ ആയിരിക്കും ചാനലുകാരുടെ മനോധർമ്മം അനുസരിച്ചാണ് പലപ്പോഴും അത്തരം പദവികൾ എഴുതി വെക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഇടതു നിരീക്ഷകരായി വരുന്നവരെ ഇങ്ങനെ പരിഹസിക്കുന്ന പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പരിഹസിക്കുന്നത് കണ്ട് സ്വാഭാവികമായും വന്നുപോയ ഒരു കമന്റാണത്.